സെപ്റ്റംബർ 22 മുതൽ എന്താണ് പ്രിൻ്റർമാരെ സംബന്ധിക്കുന്ന സേവനങ്ങളുടെയും സെയിൽസിൻ്റെയും ഒക്കെ ചേഞ്ചസ്? സേവനങ്ങളുടെ GST നിരക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. GST രജിസ്റ്റേർഡ് കസ്റ്റമർക്കായി ചെയ്തു കൊടുക്കുന്ന ജോബ് വർക്കുകൾ, GST രജിസ്റ്റേർഡ് അല്ലാത്ത കസ്റ്റമർക്കായി ചെയ്തു കൊടുക്കുന്ന ജോബ് വർക്കിന് സമാനമായ സേവനങ്ങൾ എന്നിവയിലാണ് മാറ്റം. പ്രിൻ്റർമാരുടെ GST ബാധയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിൻ്റർമാർ ചെയ്യുന്ന ഭൂരിഭാഗം സപ്ലൈകളും കോമ്പോസിറ്റ് സപ്ലൈ ആണ് എന്ന വസ്തുതയാണ്. കോമ്പോസിറ്റ് സപ്ലൈയിൽ റേറ്റ് ഓഫ് ടാക്സ് വന്നത് സെക്ഷൻ 8 പ്രകാരം കോമ്പോസിറ്റ് സപ്ലൈകളിൽ നികുതി ബാധ്യത എന്ത് എന്ന് കണക്കാക്കുന്നത് അതിൻ്റെ ആദ്യപടിയായി ആ കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രിൻസിപ്പൽ കോമ്പണൻ്റ്, പ്രധാന ഘടകം ഏത് എന്ന് നമ്മൾ നിർണ്ണയിക്കണം. ഒരു പ്രിൻ്റർ ചെയ്യുന്ന കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രധാന ഘടകം ഗുഡ്സ് ആണ് എങ്കിൽ GST നിയമത്തിൽ ആ മുഴുവൻ സപ്ലൈയും ഗുഡ്സ് സപ്ലൈ ആയാണ് കണക്കാക്കേണ്ടത്. ഒരു പ്രിൻ്റർ ചെയ്യുന്ന കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രധാന ഘടകം സർവീസ് ആണെങ്കിൽ GST നിയമത്തിൽ ആ മുഴുവൻ സപ്ലൈയും സർവീസ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച 11/2017 എന്ന 20/10/2017 സർക്കുലർ പ്രിൻ്റർമാർ ചെയ്യുന്ന കോമ്പോസിറ്റ് സപ്ലൈകളിലെ പ്രിൻസിപ്പൽ സപ്ലൈ, ദ പ്രീഡൊമിനൻ്റ് സപ്ലൈ ഏതാണ് എന്ന് നിർണ്ണയിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർക്കുലറിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എല്ലാവരും പഠിക്കണം. അത് ഞാനിപ്പോൾ സൂചിപ്പിച്ച സർക്കുലർ വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. ഉള്ളത് ജോബ് വർക്ക് സ്വഭാവമുള്ള സേവനങ്ങളുടെ നിരക്ക് നിശ്ചയിക്കുന്നത് ആ ജോബ് വർക്ക് ഏത് പ്രിൻ്റഡ് ഗുഡ്സിനെ സംബന്ധിച്ചതാണോ ആ പ്രിൻ്റഡ് ഗുഡ്സിൻ്റെ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന് 5% അതിൽ താഴെയോ നിരക്കുള്ള പ്രിൻ്റഡ് ഗുഡ്സിനെ സംബന്ധിച്ച് ഉള്ള ജോബ് വർക്ക് സ്വഭാവമുള്ള സേവനങ്ങൾക്ക് ഒരു നിരക്കും, അതിന് മുകളിൽ നിരക്കുള്ള പ്രിൻ്റഡ് ഗുഡ്സിനെ സംബന്ധിച്ച ജോബ് വർക്കുകൾ സ്വഭാവമുള്ള സേവനങ്ങൾക്ക് മറ്റൊരു ഉയർന്ന നിരക്കുമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ പ്രിൻ്റഡ് ഗുഡ്സിൻ്റെ നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിനനുസൃതമായി ആ പ്രിൻ്റഡ് ഗുഡ്സിനെ സംബന്ധിച്ച ജോബ് വർക്ക് സ്വഭാവമുള്ള സേവനങ്ങളുടെ നിരക്കിലും വ്യത്യാസം വരും. പ്രിൻ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആക്ട് ആൻഡ് റൂള്, ടെസ്റ്റ്, നോവൽസ് പോലെയുള്ള പ്രിൻ്റഡ് ബുക്സ് എക്സംപ്റ്റഡ് ഗുഡ്സിൽ പെട്ടതാണ്, ടാക്സ് ഇല്ല. ഒരു ഓതർ തന്നെ പ്രിൻ്റഡ് ബുക്സ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾ തന്നെ പ്രിൻ്റ് ചെയ്ത് അയാൾ തന്നെ പേപ്പർ മേടിച്ച് അയാൾ തന്നെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. അയാളുടെ ടേൺ ഓവർ എത്ര തന്നെയായാലും ടാക്സബിൾ അല്ല. പക്ഷേ പ്രിൻ്റഡ് ബുക്സാണ് അങ്ങനെ വിൽക്കുന്നത്. പക്ഷേ ആ കണ്ടൻറ്റിൻ്റെ റൈറ്റ് ഓതറിൽ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രസ്സിൽ അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 18% ആണ്. പ്രിൻ്റർമാർ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കണ്ടൻറ് റൈറ്റ്, കോപ്പി റൈറ്റ് ആരുടെ കയ്യിലായിരിക്കണേ എന്നുള്ളത് ഒരു സാധനത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് മേഖലയിലുള്ള സാധനങ്ങളുടെ പലതിൻ്റെയും റേറ്റ് ഓഫ് ടാക്സ് നിശ്ചയിക്കുന്ന ഘടകമാണ്. പ്രിൻ്റർമാരെ സംബന്ധിക്കുന്ന GSTയുടെ റേറ്റ് മാറ്റങ്ങൾ 22/9/2025 മുൻപ് ഉള്ളതും അതിന് ശേഷമുള്ളതും സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിൽ GST രജിസ്ട്രേഷൻ ഉള്ളവരുടെ റേറ്റും ഇല്ലാത്തവരുടെ റേറ്റും തമ്മിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. സ്ക്രീനിൽ സ്ലൈഡ്സ് പെട്ടെന്ന് മാറുന്നത് കൊണ്ട് പോസ് ചെയ്ത് വായിക്കുമല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജോബ് വർക്കിൻ്റെ റേറ്റ് 18% ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് പലതും നില്ലാണ്. അങ്ങനെ വരുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റീഫണ്ട് കിട്ടുന്ന സാഹചര്യമില്ല. അതേസമയം 5% അല്ലെങ്കിൽ 18% റേറ്റ് ഓഫ് ടാക്സ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ്, അതിൽ പ്രത്യേകിച്ചും ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് പൂർണ്ണമായിട്ടും, സർവീസിൻ്റെ ഭാഗം ഒരു ചെറിയ ഭാഗം കുറച്ച് ബാക്കിയും, റോ മെറ്റീരിയലിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് കൂടുതലും, അത് അക്യൂമുലേറ്റഡ് ലെഡ്ജറിലെ ക്രെഡിറ്റ് ലെഡ്ജറിലെ ക്രെഡിറ്റ് കൂടുതലും, ഔട്ട്വേർഡ് സപ്ലൈയുടെ ടാക്സ് ഡ്യൂ കുറവും വരുന്ന സാഹചര്യത്തെയാണ്
ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനൊരുപാട് കാലതാമസം ഉണ്ടാകുമായിരുന്നു. GSTയുടെ 56ാമത്തെ കൗൺസിലിൽ എടുത്ത തീരുമാനമനുസരിച്ച് അതിലെ പ്രൊവിഷൻ നോട്ടിഫിക്കേഷനായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെറുകിട വ്യവസായികൾ, പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് മേഖല, കാർട്ടൺ മേഖല എന്നിവർ അനുഭവിക്കുന്ന GST റീഫണ്ട് കാലതാമസം കൂടാതെ റീഫണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് ഒക്കെ അതിജീവിക്കാൻ വേണ്ടി ഒരു സംവിധാനം ആണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ റീഫണ്ട്. അതിന് കാലതാമസം ഒട്ടും ഉണ്ടാകാതിരിക്കാൻ ഒരു സംവിധാനം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 54 പ്രകാരം നികുതി റീഫണ്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ പ്രതിപാദിച്ച തുകയുടെ 90% പ്രൊവിഷണലായി അഥവാ താൽക്കാലികമായി പെട്ടെന്ന് തന്നെ നികുതിദായകർക്ക് റീഫണ്ട് നൽകാനുള്ള തീരുമാനത്തിന് നോട്ടിഫിക്കേഷൻ നമ്പർ 13/2025 CT മുഖാന്തരം 1/10/2025 മുതൽ എഫക്റ്റീവായി സിസ്റ്റം നിലവിൽ വരും. എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? ഒരു സപ്ലൈക്കായി ഉപയോഗിച്ച ഇൻപുട്ടുകളുടെയും ഇൻപുട്ട് സർവീസുകളുടെയും നികുതി നിരക്ക് ആ സപ്ലൈയുടെ നികുതി നിരക്കിനേക്കാൾ കൂടുതലാണ്, ഔട്ട്വേർഡ് സപ്ലൈയുടെ നികുതി നിരക്കിനേക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ആ സാഹചര്യത്തെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അധികമായി വന്ന് അയാളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ കുമിഞ്ഞുകൂടി കിടക്കും. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം മൂലം കുമിഞ്ഞുകൂടി വരുന്ന ഇത്തരം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തുക, അക്യൂമുലേറ്റഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം റീഫണ്ടായി ലഭിക്കാൻ സപ്ലയർക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന് GST നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു സപ്ലയറുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ GST നിരക്ക് 5%. അയാൾ ആ സപ്ലൈ നടത്തുന്നതിലേക്കായി ഉപയോഗിച്ച ഇൻപുട്ടുകളുടെ GST നിരക്ക് 18% എങ്കിൽ അവിടെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വരുന്നു. ഉദാഹരണത്തിന്, ഒരു സപ്ലയറുടെ ഇൻപുട്ട് ഒരു മാസം 10 ലക്ഷം രൂപയും ഇൻപുട്ട് ടാക്സ് 1,80,000 രൂപയും ആണെന്ന് വിചാരിക്കാം. ആ സപ്ലയർ വിൽപ്പന നടത്തുമ്പോൾ 15 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് കരുതുക. ഔട്ട്വേർഡ് സപ്ലൈയുടെ തുകയായ 15 ലക്ഷം രൂപയുടെ നികുതി നിരക്ക് 5% എന്ന് വിചാരിക്കുക. അതായത് 75,000 രൂപയാണ് അദ്ദേഹത്തിന് വിൽപ്പനയുടെ നികുതി ബാധ്യത വരുന്നത്. അദ്ദേഹം ഇൻപുട്ടായി എടുത്തതോ 1,80,000. അയാൾക്ക് അയാളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ച് അയാളുടെ ഔട്ട്വേർഡ് ടാക്സ് ബാധ്യത നിറവേറ്റാം. എങ്കിലും അയാളുടെ കൈവശം ഒരുപാട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വീണ്ടും കുമിഞ്ഞുകൂടി കിടക്കും. നികുതി ബാധ്യതയായി വരുന്ന 75,000 രൂപ കഴിച്ചു വരുന്ന 1,05,000 രൂപയോളം അദ്ദേഹത്തിന് അക്യൂമുലേറ്റഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. GST നിയമത്തിൻ്റെ ഉദ്ദേശം അവസാന സപ്ലൈയിന്മേൽ നികുതി ചുമത്തുക എന്നതാണല്ലോ. അതിനാൽ ഇപ്രകാരം കുമിഞ്ഞുകൂടി കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു തുകയായി സപ്ലയർക്ക് മടക്കി നൽകുകയാണ് GST നിയമത്തിൻ്റെ സ്പിരിറ്റ്. ഇത് ചെയ്യാനാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യങ്ങളിൽ അക്യൂമുലേറ്റഡ് ITCയുടെ റീഫണ്ട് നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. നികുതി ഒഴിവായ, അതായത് എക്സെംപ്റ്റഡ് ഔട്ട്വേർഡ് സപ്ലൈകൾ നടത്തുന്ന സപ്ലയർമാർക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്വേർഡ് സപ്ലൈയുടെ നിരക്ക് നിൽ ആയതിൻ്റെ പേരിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വന്നാൽ അവിടെയും അക്യൂമുലേറ്റഡ് ITC റീഫണ്ട് നൽകില്ല എന്നും GST നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സേവനങ്ങളുടെ പേരിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രകാരം അക്യൂമുലേറ്റഡ് ITC വന്നാൽ ആ അക്യൂമുലേറ്റഡ് ITC മുഴുവനായും റീഫണ്ട് കിട്ടുകയില്ല. GST നിയമത്തിൽ നൽകിയിട്ടുള്ള താഴെ കാണുന്ന ഒരു സൂത്രവാക്യം, ഒരു ഫോർമുല പ്രകാരം ഉള്ള ആ അക്യൂമുലേറ്റഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ആ ഫോർമുല പ്രകാരം ഉള്ള റീഫണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സിനെ സംബന്ധിച്ച് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രകാരം അക്യൂമുലേറ്റഡ് ITC വന്നാൽ ആ അക്യൂമുലേറ്റഡ് ITC റീഫണ്ടായി ലഭിക്കുകയില്ല. എന്നാൽ ഇവ രണ്ടും, സർവീസിൻ്റെ ബാക്കി ഭാഗവും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സും
ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കും, അത് അക്യുമുലേറ്റ് ആയിട്ട് കിടക്കും. പക്ഷേ റീഫണ്ടായി കിട്ടണമെങ്കിൽ ആ ഫോർമുല അനുസരിച്ചുള്ള സർവീസിൻ്റെ ഭാഗവും ഫുൾ ഇൻപുട്ട് ഓൺ ഗുഡ്സ് കിട്ടുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻപുട്ടുകൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട റീഫണ്ടിന് തടസ്സങ്ങളുണ്ട്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ചില നോട്ടിഫിക്കേഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5/2017, 15/2017, 29/2017, 44/2017, അതേപോലെ 2018 20/2018, 9/2022 2022, അതേപോലെ 26/2018, അതിൻ്റെയൊക്കെ അമെൻമെൻറ്റ്സ്, ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള അമെൻമെൻറ്റ്സും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ നമ്പർ 125/44/2019 അനുസരിച്ചിട്ട് 18/11/2019 ഒരു നോട്ടിഫിക്കേഷനാണ്. കൺസെഷണൽ റേറ്റ് ആണ് ഗുഡ്സിന് എങ്കിലും ആ ഇൻപുട്ട് ടാക്സിൻ്റെ ഇൻവേർട്ടഡ് സ്ട്രക്ചർ റീഫണ്ടിന് എലിജിബിളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറായിട്ട് റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ സത്ത ബന്ധപ്പെട്ട ഡീലർമാരും പ്രൊഫഷണൽസും ശ്രദ്ധിക്കണം. ആക്റ്റിൽ ഇപ്പോഴും കിടക്കുന്നത് തന്നെ ആകണം എന്നില്ല. ഈ നോട്ടിഫിക്കേഷൻസുള്ള അമെൻമെൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് വളരെ പ്രാധാന്യമുണ്ട്. ജി എസ് ടി നിയമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രീസിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്യൂമുലേറ്റഡ് ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിടക്കുന്നതും ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലെ റീഫണ്ടും ഒക്കെ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങൾ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ സർവീസ്, ഇൻപുട്ട് സർവീസ്, ഇവിടെ GSTയെ കുറിച്ചല്ല പറഞ്ഞത്, ഇൻപുട്ട് സർവീസ് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ടുള്ള ഗുഡ്സ് ഉപയോഗിച്ചിട്ടാണ് മറ്റ് പല സ്ഥാപനങ്ങളും ഔട്ട്വേർഡ് സപ്ലൈ അവരുടെ നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗുഡ്സ് സർവീസ് പൂർണ്ണമായും നികുതി വിധേയമായി ശരിയായ നികുതിയും ശരിയായ ഇൻവോയ്സും ഒക്കെ കൊടുത്ത് കൃത്യമായുള്ള ട്രാൻസാക്ഷൻ, ഒരു ചെയിൻ പോലെയാണ് GST. ഇവിടുന്ന് 10,000 കവർ അടിച്ചാൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് 20,000 പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ വിശദമായ എൻക്വയറികൾ നടക്കാൻ സാധ്യതയുണ്ട്. GST ഓഡിറ്റ് വിഭാഗം വളരെ ശക്തമാണ്. ആ സ്ഥാപനങ്ങൾ അക്കൗണ്ട്സിലെ എല്ലാ പേപ്പറുകളും CGST, SGST, IGST നിയമത്തിൽ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ കൃത്യമായി സൂക്ഷിക്കണം, രേഖകൾ സൂക്ഷിക്കണം, സ്റ്റോക്ക് കൃത്യമായി സൂക്ഷിക്കണം. ജോബ് വർക്കിന് പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് മേഖലയിൽ ജോബ് വർക്കാണെങ്കിലും കൺസ്യൂമബിൾസും പേപ്പറും ഒക്കെ എടുക്കേണ്ടി വരും. അത് ജോബ് വർക്കിന് എടുക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ വേറെ പർപ്പസിന് ഗുഡ്സ് സപ്ലൈ അങ്ങനെ തന്നെ കൊടുക്കാനുള്ളതാണെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ് വെക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTയിൽ പർച്ചേസും സെയിലും തമ്മിൽ ഒരു കമ്പാരിസൺ ഉണ്ടായി എന്നത് മാത്രം കാര്യമില്ല, വളരെ ശ്രദ്ധിച്ചു വേണം. GSTയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻപുട്ട് അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുകയും ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രിൻറ്റിംഗ് മേഖലയിൽ GSTയിൽ ഒരുപാട് മാറ്റങ്ങൾ 56ാമത്തെ GST കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിൻറ്റിംഗ് മേഖലയിൽ നിന്നും പോകുന്ന ഓരോ സർവീസും ഓരോ സേവനങ്ങളും ഒരു ചെയിൻ പോലെ എല്ലാ ബിസിനസ്സുകാരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. GST പോർട്ടലിൽ കാണുന്ന 2Aയിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റോ ഒക്കെ
എടുക്കുന്നതിന് മുൻപ് തൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കണം. സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ടത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ബേസിലായിരിക്കണമെന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. ഭാരതി എയർടെല്ലിൻ്റെ കേസിലാണ് അത്തരം പരാമർശം ഉണ്ടായത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്, ടാക്സ് ലയബിലിറ്റി കണക്കാക്കേണ്ടത്, അല്ലാതെ 2A 2B വെച്ച് അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറയുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എല്ലാം തയ്യാറാക്കി ഒരു ട്രയൽ ബാലൻസ് എടുത്തതിന് ശേഷം വേണം മന്ത്ലി GSTയുടെ ബാധ്യത ഒരു നല്ല അസസി തീരുമാനിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ GST നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാതെ GSTയിൽ സെക്ഷൻ 65 ഓഡിറ്റ് വളരെ വ്യാപകമാവുകയാണ്. ഒരു വർക്ക് ഓർഡർ ആയി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഓഡിറ്റുകാർ ചോദിച്ചാൽ അത് കൊടുക്കണമെങ്കിൽ അതിൻ്റേതായ നിലയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈ അസസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അക്കൗണ്ട്സിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ എന്ത് രേഖയും കൃത്യമായി കണ്ടുപിടിക്കാൻ പാകത്തിനുള്ള, എന്ത് ഡാറ്റയും കൃത്യമായി കണ്ടുപിടിക്കാൻ പാകത്തിനുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം പ്രിൻ്റർമാർക്ക് ഉണ്ടാകണം. പ്രോപ്പറായിട്ടുള്ള നിലയിൽ അക്കൗണ്ട്സ് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള നിലയിൽ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയും GST നിയമത്തെ കോംപ്ലൈ ചെയ്തുകൊണ്ട് GSTയിലെ എന്തൊക്കെ വേണം ഡോക്യുമെൻറ്റ്സ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു മാതൃകാ ബിസിനസ് കേന്ദ്രങ്ങളായി പ്രിൻ്റർമാർ മാറട്ടെ. അതിന് ഇപ്പോഴത്തെ നമ്മുടെ സെഷൻ കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു.